മറ്റൊന്നുമായിരുന്നില്ല യാക്കോബായ സുറിയാനി സഭയ്ക്ക്. പണമില്ല, സ്വാധീനമില്ല, ശക്തിയില്ല. പക്ഷെ ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തീനാമ്പ് പോലെ പെരുമ്പള്ളി തിരുമേനിയുടെയും ദിവനാസ്യോസ് മെത്രാപ്പൊലീത്തായുടെയും നാവിലൂടെ ഈ സഭയ്ക്കിടെ വിശ്വാസത്തിന്റെ തീജ്വാളിയായി പകർന്നു നൽകപ്പെട്ടതാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ. ഇന്ന് ഈ സഭ ഇതുപോലെ അനുഗ്രഹകരമായി തിരുമേനി സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നത്. ബാബായുടെ ജീവിതമെന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ഒരു ജീവിതമായിരുന്നു. പോരാട്ടങ്ങളുടെ ജീവിതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുസ്മരണങ്ങൾ നടക്കുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ബാബായെക്കുറിച്ച് പറയുന്നത് ഒരു ശക്തനായ പോരാളി. മുഖ്യമന്ത്രി അവിടെ വന്ന് ആദരണീയനായ മുഖ്യമന്ത്രിയും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. 2002 നടന്ന ഒരു സംഭവം. അന്ന് കോട്ടയത്തിനടുത്തൊരാളൊരു പ്രസംഗം നടത്തി. നാളെ യാക്കോബായ സുറിയാനി സഭയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയുമടി, ഇതാണ് ഉപയോഗിച്ച വാചകം, ശവപ്പെട്ടിയിലെ അവസാന ആണിയുമടിക്കുകയാണ്. ആണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 2002 ഒരാണി, മറ്റൊരു ആണി 2017 ഈ ആണികൾ വാങ്ങിക്കാൻ ചില ആളുകൾ വിദഗ്ധരാണെന്ന് നമുക്കറിയാം. ആണി എന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ബാബാ തിരുമേനി അന്ന് ചെയ്തതെന്താണ്? ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്കിൽ ആശ്രയിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ബാബാ തിരുമേനി പറഞ്ഞു, നമുക്ക് കോതമംഗലത്ത് ബാബായുടെ ഖബറിങ്കിലേക്ക് പോകാം, അഖണ്ഡ പ്രാർത്ഥന ആരംഭിക്കാം.